ക്രിസ്ത്യൻ വോട്ട് തീർച്ചയായും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വളരെ വളരെ നിർണായകമാണ്. ഇവിടുത്തെ വോട്ടർമാരിൽ 18% കൂടുതൽ അവരാണ്. എനിക്കൊപ്പമുണ്ട് ശ്രീ ഷെറി തോമസ്, ലത്തീൻ കത്തോലിക്ക അസോസിയേഷന്റെ പ്രസിഡന്റ്. എല്ലാവരും ക്രിസ്ത്യൻ വോട്ടിനെ പ്രീണിപ്പിക്കുകയാണ്. ഏതൊക്കെ പ്രധാന വിഷയങ്ങളെക്കുറിച്ചാണ് ക്രിസ്ത്യാനികൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഞങ്ങൾ ഏതാനും വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നിലവിലെ വിഷയം ജസ്റ്റിസ് ജെവിയുടെ നടപ്പാക്കലിനെക്കുറിച്ചാണ്. കോശി കമ്മീഷൻ റിപ്പോർട്ട്. ഇതൊരു റിപ്പോർട്ടാണ്. ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നു. ആ കമ്മീഷൻ വേണ്ടത്ര അന്വേഷണങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം അവർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത് 2023 മെയ് മാസത്തിലാണ്. ഇതുവരെ അത് ഈയിടെയാണ് പ്രസിദ്ധീകരിച്ചത്. കൂടാതെ ആ റിപ്പോർട്ടിൽ കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തിനും കത്തോലിക്കർക്കും കത്തോലിക്കരല്ലാത്തവർക്കും തുടങ്ങിയവർക്കും പ്രയോജനപ്പെടുന്ന 284 ശുപാർശകളുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ശുപാർശകൾ ഞങ്ങൾ വർഷങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരുന്ന, ഏറെക്കാലമായി നിലനിന്നിരുന്ന ആവശ്യങ്ങളായിരുന്നു. ഇപ്പോൾ അതൊരു റിപ്പോർട്ടിന്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു ഔദ്യോഗിക രേഖയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ റിപ്പോർട്ട് നടപ്പിലാക്കാനും സമയബന്ധിതമായി നടപ്പിലാക്കാനും മുൻഗണനാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനും ആവശ്യപ്പെടുന്നു. പിണറായി വിജയൻ സർക്കാരാണ് കമ്മീഷനെ നിയമിക്കുകയും ഈ റിപ്പോർട്ടുമായി മുന്നോട്ട് വരികയും ചെയ്തത്. പക്ഷെ നടപ്പിലാക്കാൻ എന്തുകൊണ്ടാണ് ഈ കാലതാമസം? കാരണം ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരാണ് ഒരു കമ്മിറ്റിയെ നിയമിച്ചത്. പുറത്തുനിന്നുള്ള അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്. ലത്തീൻ സമുദായത്തെ കൂടാതെ സീറോ മലബാർ സമുദായവും മറ്റ് പല സമുദായങ്ങളും ഇതിനായി ആവശ്യപ്പെട്ടു. കാരണം ഇത് ഒരുപാട് കാലമായുള്ള ആവശ്യങ്ങളായിരുന്നു. PT എന്നൊരു MLA വഴി ഞങ്ങൾ നിയമസഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിച്ചു. തോമസ്, അദ്ദേഹം ഇപ്പോഴില്ല. അദ്ദേഹം നിയമസഭയിൽ ഒരു സബ്മിഷൻ വെച്ചു. അതൊരു ഔദ്യോഗിക രേഖയായി മാറി. അതിനുശേഷം അവരൊരു കമ്മീഷനെ നിയമിക്കാൻ തയ്യാറായി. ഏകദേശം 5 ലക്ഷം നിവേദനങ്ങൾ കമ്മീഷന് ലഭിച്ചതായി അറിയുന്നു. അതിൽ അവർ അന്വേഷണം നടത്തുകയും ഇപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അത് ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ടോ? UDFും റിപ്പോർട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതോ കമ്മീഷൻ റിപ്പോർട്ട് അവിടെയുണ്ട് എന്നതിലുപരി കൂടുതൽ എന്തെങ്കിലും വരാനിരിക്കുന്നുണ്ടോ? നിലവിലെ സർക്കാർ അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അവരത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ UDFും ആ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് നടപ്പിലാക്കാൻ അവരും താൽപ്പര്യം കാണിക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത്, ഇപ്പോൾ ഇത് സമർപ്പിച്ചത് 2023 മെയ്യിലാണ്. അടുത്തിടെ മാത്രമാണ് സർക്കാരിന്റെ അവസാന ദിവസങ്ങളിൽ അവരിത് പ്രസിദ്ധീകരിച്ചത്. അതും 1-2 ശുപാർശകൾ മാത്രമേ ഔദ്യോഗികമായി നടപ്പിലാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളവ ഇപ്പോഴും പരിഗണനയിലാണ്. അതുകൊണ്ട് സമയബന്ധിതമായ ഒരു നടത്തിപ്പാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏത് സർക്കാർ വന്നാലും ഈ റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും. ഒന്നിലധികം സഭാവിഭാഗങ്ങളുണ്ട്. താങ്കൾ വലിയ വിഭാഗങ്ങളിൽ ഒന്നിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ലത്തീൻ കത്തോലിക്കർ ഏകദേശം 20 ലക്ഷം, സീറോ മലബാർ ക്രിസ്ത്യാനികൾ ഏകദേശം 23 ലക്ഷം ജനസംഖ്യയും. സമുദായം വോട്ട് ചെയ്യുന്ന രീതിയിൽ ഐക്യമുണ്ടോ? അറിയാമല്ലോ. കാരണം ഇപ്പോൾ BJPയും സമുദായത്തെ സമീപിക്കുന്നുണ്ട്. ഒരുപക്ഷെ UDF ക്രിസ്ത്യാനികൾക്ക് പകരം മുസ്ലിം സമുദായത്തിന് കൂടുതൽ മുൻഗണന നൽകുകയോ അല്ലെങ്കിൽ പ്രാധാന്യം നൽകുകയോ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, ഞങ്ങൾ എപ്പോഴും സമദൂര നയം സ്വീകരിക്കുന്ന ഒരു സമുദായമാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളുടെ ഔദ്യോഗിക നയം സമദൂരമാണ്. സമദൂരം എന്നതിനർത്ഥം നയങ്ങളെയും മൂല്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിലും മുന്നണികൾക്കു മുന്നിലുമേലും വയ്ക്കും. അവരതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അകലം നൽകും. അകലം സമദൂരത്തിൽ നിന്ന് മാറിയേക്കാം, വ്യത്യാസമുണ്ടായേക്കാം. പക്ഷേ അത് മുന്നണികൾ സ്വീകരിക്കുന്ന മൂല്യങ്ങളെയും നയങ്ങളെയും ആശ്രയിച്ചിരിക്കും. പരമ്പരാഗതമായി ക്രിസ്ത്യൻ വോട്ടുകളിൽ ഭൂരിഭാഗവും UDFിനാണ് എന്നാണ് ധാരണ. അതെ, പരമ്പരാഗതമായി ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കരും സീറോ മലബാറും തുടങ്ങിയവർ കോൺഗ്രസിന് അനുകൂലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതങ്ങനെയല്ലായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തുനിന്ന് UDFന് പരമ്പരാഗത വോട്ടുകൾ ലഭിച്ചില്ല. അതിപ്പോൾ മാറിയിട്ടുണ്ട്. ആ സാഹചര്യം ഇൻസിറ്റു ഇപ്പോൾ നിലവിലില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ക്രിസ്ത്യാനികൾക്കിടയിലെ ഈ ന്യൂനപക്ഷ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു വ്യത്യാസമുണ്ടായേക്കാം. സമുദായത്തിലേക്ക് BJP തന്നെ നടത്തുന്ന മുന്നേറ്റത്തെക്കുറിച്ച് എന്തു പറയുന്നു? ഇങ്ങനെയൊരു തോന്നൽ കൂടിയുണ്ട്. ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ക്രിസ് സംഖ്യകൾ. അതെ, യഥാർത്ഥത്തിൽ അതെന്താണ് അർത്ഥമാക്കുന്നത്? കൂടാതെ മറ്റുള്ളവർ അധികാര പങ്കാളിത്തത്തിൽ കൂടുതൽ കൈക്കലാക്കുമോ എന്ന ഭയമുണ്ടോ? തീർച്ചയായും. BJP ഇപ്പോൾ സമുദായത്തിലേക്ക് കൂടുതൽ കടന്നു കയറിയിട്ടുണ്ട്. കൂടാതെ സമുദായത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റും
കൂടുതൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും അടുത്തിടെ വന്ന പുതിയ FCRA ഭേദഗതി ബില്ലും അത് സമുദായത്തിന്മേൽ വളരെ വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാമായിരിക്കും, 2026 മാർച്ചിൽ FCRAയിൽ ഒരു ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സമുദായ നേതാക്കളും ആ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. പിന്നെ ഈസ്റ്റർ ദിവസങ്ങളിലെ പരീക്ഷകളുടെ ചോദ്യവും, ദുഃഖവെള്ളിയാഴ്ച, ഈസ്റ്റർ ദിവസം തുടങ്ങിയവയിലെ ഇലക്ഷൻ ഡ്യൂട്ടിയും. അപ്പോൾ ഇതൊക്കെയാണ് ആ കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. അതേസമയം അവർ ക്രിസ്ത്യാനികളുടെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അവർക്കൊരു മുന്നേറ്റമുണ്ട്, ഉറപ്പായും മുന്നേറ്റം, ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് പണ്ടത്തെ ദിവസങ്ങളെ അപേക്ഷിച്ച്. LDFനെതിരെയോ UDFനെതിരെയോ എന്തെങ്കിലും വലിയ പരാതിയുണ്ടോ? സമുദായം പ്രതീക്ഷിച്ചത് അവർ ചെയ്തില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം കുറവാണ്, പ്രത്യേകിച്ച് സർക്കാർ തസ്തികകളിൽ. സംവരണം കൂടാതെ ലത്തീൻ കത്തോലിക്കർ OBC സമുദായത്തിൽ അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരാണ്. മറ്റ് പിന്നോക്ക സമുദായത്തിൽ ഞങ്ങൾക്ക് തൊഴിലിൽ 4% സംവരണം ലഭിക്കുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിലെ സംവരണം താരതമ്യേന വളരെ കുറവാണ്. ഡിഗ്രി PG കോഴ്സുകളിൽ 1%, പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ 3%. അത് അടുത്തിടെയും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തൊഴിലിന് സമാനമായ പ്രാസംവരണം ഞങ്ങൾ വിദ്യാഭ്യാസത്തിലും ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ സർക്കാർ ബോർഡുകളിലെയും സർക്കാരിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നടത്താവുന്ന മറ്റു ചില നിയമനങ്ങളും പരിഗണിക്കുമ്പോൾ ആ മേഖലയിലും ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് അർഹമായ പരിഗണന നൽകുന്നില്ല. അത് ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. ഈ വിഷയത്തിൽ LDFന്റെയോ UDFന്റെയോ നിലപാടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ വിഷയത്തിൽ രണ്ടുപേരും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. കാരണം ലത്തീൻ കത്തോലിക്കർ എന്ന ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രേരിത സമൂഹമല്ല. ഭൂരിഭാഗം ലത്തീൻ കത്തോലിക്കരും തീരദേശത്തും മറ്റു പ്രദേശങ്ങളിലുമാണ്. എന്നാൽ കേരളത്തിലെ ഏകദേശം 40 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഒരു നിർണായക ശക്തിയാണ്. എന്നാൽ ഞങ്ങളുടെ സമദൂര നയം കാരണം ഇപ്പോൾ 2 മുന്നണികളും നേതാക്കളുമായി നല്ല ബന്ധത്തിലാണ്. അവർ നേതാക്കളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു, അവർ നൽകാൻ ശ്രമിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് വാഗ്ദാനങ്ങളൊക്കെയുണ്ട്, പക്ഷേ സമൂഹം മുൻകാല നടപടികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു തീരുമാനമെടുക്കുക. മുമ്പ് അവർ എങ്ങനെയായിരുന്നു, അവരുടെ നിലപാട് എന്തായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് അത് മുൻകാല നടപടികളെയും ആശ്രയിച്ചിരിക്കും. വളരെയധികം നന്ദി. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹം തീർച്ചയായും അവരെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. JVയുടെ നടപ്പാക്കൽ, കോഷി കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ അവരെ അലട്ടുന്ന മറ്റു പ്രശ്നങ്ങളും, ഇവ ഈ രാഷ്ട്രീയ മുന്നണികൾ പരിഹരിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു.